സി കേശവൻ്റെ കോഴഞ്ചേരി പ്രസംഗം വളരെ പ്രസിദ്ധമാണ്. കോഴഞ്ചേരി പ്രസംഗം എന്ന് പറഞ്ഞാൽ നിവർത്തന പ്രക്ഷോഭണം. ഇവിടുത്തെ പിന്നോക്ക സമുദായത്തിന്, പ്രത്യേകിച്ചും ഇഴവർ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, ഈ മൂന്ന് സമുദായങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യവും പങ്കാളിത്തവും അസംബ്ലിയിൽ കിട്ടുന്നില്ല, അതോടൊപ്പം തന്നെ PSC നിയമനങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള ഈ ആവശ്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നടത്തിയ വലിയൊരു പ്രക്ഷോഭം. ആ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നടത്തിയ കോഴഞ്ചേരി പ്രസംഗം, ആ പ്രസംഗം വളരെ ഐതിഹാസികമായ പ്രസംഗമായിരുന്നു. CPI ശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് എഴുതി. അന്ന് ഈ ഇഴവരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികൾക്കും ഭൂമിയുണ്ടെങ്കിൽ പോലും അവരുടെ ഭൂമിയുടെ കരം അവരൊടുക്കുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ പൂർവ്വജന്മികൾ സവർണരായതുകൊണ്ട് ഇവർക്ക് വോട്ടവകാശമായിരുന്നു. കരം തീരെയുള്ളവർക്ക് മാത്രമേ വോട്ടവകാശം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഭൂമി ഉണ്ടായിട്ട് പോലും, കരം തീരുവ ഉണ്ടായിട്ട് പോലും വോട്ടവകാശം നിഷേധിക്കപ്പെട്ട ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഈ രാജ്യത്ത് അവകാശം നേടുന്നതിന് വേണ്ടി നടത്തിയ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രധാന പ്രസംഗം നടത്തിയത് കോഴഞ്ചേരി പ്രസംഗമാണ്. ആ കോഴഞ്ചേരി പ്രസംഗത്തിൻ്റെ പേരിൽ തന്നെ CPIയെ വിമർശിച്ച് നികൃഷ്ടജീവി എന്ന് ശക്തമായ ഭാഷയിൽ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കിടങ്ങാമ്പറമ്പത്ത് വെച്ച്, അന്നത്തെ യോഗത്തെ അധ്യക്ഷനായിരുന്നത് മനോരമയുടെ അന്നത്തെ എഡിറ്ററായിരുന്ന മാമൻ മാപ്പിളയുടെ അധ്യക്ഷതയിൽ കൂടി യോഗത്തിൽ വെച്ചാണ് സി കേശവനെ അറസ്റ്റ് ചെയ്യുന്നുണ്ടായി. ജയിലിലിട്ടപ്പോൾ പോലും ശക്തമായ പ്രക്ഷോഭം ഉണ്ടായി. CP വഴങ്ങേണ്ടി വന്നു. അന്ന് CP പറഞ്ഞു, അകത്ത് കിടക്കുന്ന കേശവനേക്കാൾ ശക്തനാണ്, പുറത്തു നിന്ന കേശവനേക്കാൾ ശക്തനാണ് പുറത്തു നിന്ന കേശവനേക്കാൾ ശക്തനാണ് അകത്ത് നിൽക്കുന്ന കേശവനെന്ന് CP പറയേണ്ടി വന്നു. അങ്ങനെ CPയെ മുട്ടുകുത്തിച്ചുകൊണ്ട് ഇവിടുത്തെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലേക്ക് ആദ്യം പ്രവേശിക്കുവാൻ ഇവിടുത്തെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സാധിച്ചതിൻ്റെ പിന്നിലെ ചരിത്രം ഉറങ്ങുന്ന സ്ഥലമാണ് കോഴഞ്ചേരി പ്രസംഗം. ആ പ്രസംഗത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കാനും അതിൻ്റെ സ്മാരകമായി ഇന്നിവിടെ സ്ഥാപിക്കുന്ന സി കേശവൻ സ്മാരക സ്ക്വയർ ഇന്ന് വീണ ജോർജ്, നിങ്ങളെല്ലാം പ്രിയപ്പെട്ട MLAയും മന്ത്രിയുമായ ആ മഹതിയുടെ വലിയ ഉദാരമായ ഒരു സമീപനം കൊണ്ട് ഇതിന് പുനരുദ്ധാരണം നടത്തി മനോഹരമായി ഇന്ന് ജനങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അതിൽ ഞങ്ങൾക്കെല്ലാം സന്തോഷമുണ്ട്, ആഹ്ലാദമുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി എന്നതിൽ എനിക്ക് അഭിനന്ദനം പറയാൻ കൂടി, ആ മഹതിയോട് പ്രത്യേകിച്ച് അഭിനന്ദനം പറയാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. പ്രത്യേകിച്ചും കോഴഞ്ചേരി പ്രസംഗത്തിൻ്റെ പ്രസക്തി നമ്മുടെ നിങ്ങളുടെ MLA മന്ത്രിയും കൂടിയായ വീണയ്ക്ക് അത് മനസ്സിലാക്കാനും അതിൻ്റെ പ്രസക്തി മനസ്സിലാക്കി പുനരുദ്ധാരിക്കാനും ആ വലിയ മനസ്സ് കാണിച്ചതിൽ ഏറെ സന്തോഷവും നന്ദിയും ഉണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.